ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോ ആണിത്. ഒരുപാട് നല്ല പ്ലാൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ DTDC വഴിയായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത്. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ ആ ഒരു പിൻകോഡിലുള്ള ഏറ്റവും അടുത്ത DTDC ഏതാണോ അവിടേക്കായിരിക്കും പ്ലാൻസ് എത്തുക. അപ്പോൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും. DTDC മിക്ക സ്ഥലങ്ങളിലും ഹോം ഡെലിവറി ചെയ്യാറില്ല. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോളണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു വയലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റാണ്. ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണിത്. അതുപോലെ നല്ല സൺലൈറ്റും അതുപോലെ തന്നെ നല്ലതുപോലെ വെള്ളവും വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂത്ത് നിൽക്കും. ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമ്മൾ ആദ്യമായിട്ട് സെയിലിന് കൊണ്ടുവരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തത് കോളറാമയുടെ 2-3 കളർ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ ഒരു കളറാണ്. ഒരു ബ്രൗൺ കളർ അതുപോലെ ഒരു റെഡൂടെ ചേർന്ന് വരുന്ന കളറാണ്. രണ്ടാമത്തത് ഈ ഒരു റെഡും ഗ്രീനൂടെ വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കോളറാമ പ്ലാന്റ്സ്. നമ്മൾ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു യെല്ലോയും അതുപോലെ ഗ്രീൻ കളറൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ്. നാലാമത്തേത് ഈ ഒരു ഗ്രീൻ കളർ. ഈ ഒരു കളറും നമ്മൾ സെയിലിന് മുൻപ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ കോളറാമയുടെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 75 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ജാപ്പോണിക്ക പ്ലാന്റ് ആണ്. നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ്. നമുക്ക് എല്ലാ സമയത്തും ഇതുപോലെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുക. നല്ലതായിട്ട് സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് ജാപ്പോണിക്ക. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് സെയിലിനുള്ളത്. ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് വരിക. ജാപ്പോണിക്ക പ്ലാന്റ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇതിൻ്റെ വലിയ സൈസ് നമുക്ക് സ്റ്റോക്കുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അടുത്ത പ്ലാന്റ് വരുന്നത് യുജീനിയ പ്ലാന്റ് ആണ്. യുജീനിയയുടെ ഈ ഒരു വെറൈറ്റിയാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത്. നോർമലായിട്ട് നമ്മൾ കാണാറുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് യുജീനിയ പ്ലാന്റ്സ്. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തതായിട്ട് സെയിലിനുള്ളത് ലണ്ടാന പ്ലാന്റ്സ് ആണ്. നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ലണ്ടാന. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ വീഡിയോസിലും ലണ്ടാന ഉൾപ്പെടുത്താറുള്ളത്. ചെറിയൊരു റേറ്റിൽ തന്നെ നമുക്ക് പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് വാങ്ങി വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ലണ്ടാന. അപ്പോൾ ഇതിൻ്റെ 4 കളേഴ്സാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. വയലറ്റ്, വൈറ്റ്, യെല്ലോ, റെഡ്. ഈ 4 കളേഴ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇത് കൂടാതെ 2 കളേഴ്സ് ഇടയ്ക്ക് സെയിലിന് വരാറുണ്ട്. പ്ലാന്റ്സ് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് വരിക. ഓരോ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലണ്ടാനയുടെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇതാണ് റെഡ് കളർ വരിക. നല്ല ഭംഗിയാണ്. നല്ല സൺലൈറ്റ് വേണ്ട പ്ലാന്റ് തന്നെയാണ് ലണ്ടാന പ്ലാന്റ്സ്. അതുപോലെ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റാണ്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് മാതള നാരകത്തിൻ്റെ തൈകളാണ്. മിക്ക പ്ലാന്റ്സിലും ഇതുപോലെ കായ്കളും അതുപോലെ പൂക്കളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 180 രൂപയാണ് റേറ്റ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് ഗോൾഡൻ സൈപ്രസിൻ്റെ പ്ലാന്റ് ആണ്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുക. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ്. റെഡ് കളറാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഫയർ ക്രാക്കർ. ഇതിൻ്റെ യെല്ലോ കളർ, അതായത് ഒരു ക്രീം കളറും നമുക്ക് സെയിലിന് ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റോക്കില്ല, റെഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് അരൂതയാണ്. അരൂത ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് അരൂത. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സ് ആണ്. നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അതായത് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ
ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും മധുരം ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സ് ഇതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് സ്ലീപ്പിംഗ് പോത്തോസ് പ്ലാന്റ് ആണ്. നല്ലൊരു പോത്തോസ് വെറൈറ്റിയാണ്. ഇതുപോലെ കേളിയായിട്ടുള്ള ലീഫാണ് വരിക. അപ്പോൾ ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു ബൊഗെയിൻവില്ല വെറൈറ്റിയാണ്. ഇതാണ് പൂക്കൾ വിടർന്ന് വരുന്ന സമയത്ത് ഒരു വൈറ്റ് കളറും പിന്നീട് അതൊരു പിങ്ക് കളറിലേക്ക് മാറും. ഇതാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയക്കുക. പൂക്കളായി തുടങ്ങിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്. ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ പൂക്കൾ നിറയെ ആയിട്ട് നമ്മൾ ആർച്ച് പോലൊക്കെ ചെയ്തിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്ക. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. പൂക്കളും അതുപോലെ തന്നെ മുട്ടുകളും ഒക്കെ ആയി തുടങ്ങിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസാണ്. ആദ്യത്തേത് ഈ ഒരു ടൈപ്പ്. ഇതൊരു കോമ്പാക്റ്റ് വെറൈറ്റിയാണ്. കുഞ്ഞു പൂക്കളുമായിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒരേ സമയം 2-3 ഷൂട്ടൊക്കെ ഉണ്ടാവും ആ ഒരു ചെടിയിൽ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 270 കഴിഞ്ഞ വീഡിയോയിൽ ഡെൻഡ്രോബിയത്തിൻ്റെ റേറ്റ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ രണ്ടാമത്തത് ഈ ഒരു കളർ. രണ്ടിനും റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ പൂക്കളാവുന്ന അനുസരിച്ചിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 270 ആണ്. അടുത്തത് സെയിലിനായിട്ടുള്ളത് ഗ്രാമ്പൂവിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തതായിട്ട് സെയിലിനുള്ളത് സൂർനാം ചെറിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. എഡിബിളായിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് മെക്സിക്കൻ പെറ്റൂണിയയുടെ 2 വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ ഒരു വയലറ്റ് കളറ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ഡ്വാർഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെക്കാതെ തന്നെ നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ടൈപ്പാണ്. രണ്ടാമത്തത് ഈ ഒരു പിങ്ക് കളർ. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത പ്ലാന്റ് ബേബി ടിയറിൻ്റെ ഈ ഒരു റെഡ് കളറാണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വേരിഗേറ്റഡ് പനിക്കൂർക്കയാണ്. ഒരു മെഡിസിനൽ പ്ലാന്റ് ആണിത്. ഇതിനും റേറ്റ് വരുന്നത് 20 രൂപ. അടുത്തത് 2-3 ബിഗോണിയ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ ഒരു ഗ്രീൻ ടൈപ്പ് നല്ല റൗണ്ട് ഷേപ്പിൽ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതാണ് ആദ്യത്തേത്. രണ്ടാമതായിട്ട് ഈ ഒരു കേളി ടൈപ്പ്, കേളി ലീഫിൽ അതുപോലെ ലീഫിൻ്റെ അടിവശം നല്ല റെഡ് കളറായിരിക്കും വരിക. ഒരു സിൽവർ കളറാണ് ലീഫിന് വരുന്നത്. മൂന്നാമത്തത് ഈ ഒരു വെറൈറ്റി. ഈ 3 വെറൈറ്റി ബിഗോണിയാസ് നമുക്ക് സ്റ്റോക്കുണ്ട്. ആവശ്യമുള്ളവർ അറിയിക്കുക. 60 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ആഴ്ച ഇതുപോലെ നല്ല പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.